വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. യോധ എന്ന സിനിമയിലെ ജഗതിയുടെ ഹിറ്റ് ഡയലോഗിന് IELTS എന്താണ് ഇമ്പോർട്ടൻസ് എന്നല്ലേ? ഇമ്പോർട്ടൻസ് ഉണ്ട്. ഐ വിൽ എക്സ്പ്ലെയിൻ. വെൽക്കം ടു ജാസ് ക്ലാസ് റൂംസ്. ഇന്ന് നമ്മൾ ഈ ഒരു സിനിമ ഡയലോഗിലൂടെ പരിചയപ്പെടുന്നത് IELTS റൈറ്റിങ്ങിൽ ഗ്രാമാറ്റിക്കൽ റേഞ്ചിലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഓൾദോ. ഒറ്റ നോട്ടത്തിൽ ഫണ്ണി ആയി തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ സെൻറ്റൻസിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. വേലക്കാരിയായി ഇരുന്നാലും എന്നുള്ള ഒരു ഭാഗവും നീ എൻ മോഹവല്ലി എന്നുള്ള വേറൊരു ഭാഗവും. ലുക്ക് അറ്റ് ദി സെൻറ്റൻസസ്. കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളാണിവ. ഒന്നൊരു പോസിറ്റീവ് സെൻറ്റൻസും ഒന്നൊരു നെഗറ്റീവ് സെൻറ്റൻസും. ഈ രണ്ട് സെൻറ്റൻസുകളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ട ജഗതിയുടെ ഈ ഫണ്ണി ഡയലോഗ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഇതിൻ്റെ ഗ്രാമാറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇവിടെ ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. റൈറ്റർ ഇവിടെ ഒരു സൈഡിൽ കൂടുതൽ എംഫസിസും മറ്റു സൈഡിൽ കുറച്ച് എംഫസിസുമാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വേലക്കാരിയായിരുന്നാലും എന്നുള്ള സൈഡിൽ കുറച്ച് ഇമ്പോർട്ടൻസും നീ എൻ മോഹവല്ലി എന്നുള്ള സൈഡിൽ കൂടുതൽ എംഫസിസും കൊടുത്തുകൊണ്ടാണ് ആ സെൻറ്റൻസ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകളിലാണ് നമ്മൾ ഓൾദോ അല്ലെങ്കിൽ ഈവൻ ദോ എന്നുള്ള ഉപയോഗം കൊണ്ടുവരുന്നത്. ഓൾദോ സിംഗിൾ വേർഡാണ്, ഈവൻ ദോ രണ്ട് വേർഡാണ്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓൾദോ ഉപയോഗിച്ചുകൊണ്ട് ഈ സെൻറ്റൻസിലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വേലക്കാരിയായിരിക്കുക എന്നുള്ളത് യു ആർ എ മെയ്ഡ് എന്നും മോഹവല്ലി എന്നുള്ളത് യു ആർ മൈ ഡാർലിംഗ് എന്നുമാണ്. ഇതിനെ നമ്മൾ ഒരു കോംപ്ലക്സ് സെൻറ്റൻസായി ചേർത്ത് വെക്കുകയും ഒരു സൈഡിൽ ലെസ് ഇമ്പോർട്ടൻസും മറ്റൊരു സൈഡിൽ മോർ ഇമ്പോർട്ടൻസും കൊടുക്കുമ്പോൾ ഓൾദോ യു ആർ എ മെയ്ഡ് യു ആർ മൈ ഡാർലിംഗ്. ഐ റിപ്പീറ്റ്, ഓൾദോ യു ആർ എ മെയ്ഡ് യു ആർ മൈ ഡാർലിംഗ്. ഇവിടെ വേലക്കാരിയായി ഇരുന്നാലും നീ എൻ മോഹവല്ലി. അപ്പോൾ ഓൾദോ വരുന്ന ആ ഭാഗത്തായിരിക്കും ലെസ് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. ഓൾവേസ് റിമെമ്പർ, നിങ്ങൾ രണ്ട് സെൻറ്റൻസുകളെ ചേർത്ത് വെക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആൻഡ് ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻസിനെ ചേർത്ത് വെക്കുമ്പോൾ ഏതിലാണോ ലെസ് ഇമ്പോർട്ടൻസ് ഉള്ളത് ആ ഭാഗത്തിന് ഓൾദോ ചേർത്തുകൊണ്ട് പറയുകയാണെങ്കിൽ അതൊരു കോംപ്ലക്സ് സെൻറ്റൻസായി ചേർത്ത് വെക്കാൻ കഴിയും. ഓൾദോ യു ആർ എ മെയ്ഡ് യു ആർ മൈ ഡാർലിംഗ്. ഇവിടെ ഓൾദോ യു ആർ എ മെയ്ഡ് എന്നുള്ള ഭാഗത്തിന് ലെസ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലെസ് സ്ട്രെസ്സും യു ആർ മൈ ഡാർലിംഗ് എന്നുള്ള ഭാഗത്തിന് കൂടുതൽ സ്ട്രെസ് കൂടുതൽ ഇമ്പോർട്ടൻസുമാണ് റൈറ്റർ കൊടുത്തിരിക്കുന്നത്. വേലക്കാരി ആണെങ്കിൽ കൂടി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓൾദോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ കോമ വരുന്നത് ഒരു ഭാഗം ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടാണ്, ഓൾദോ കഴിഞ്ഞിട്ടല്ല. ഇനി നമുക്ക് റൈറ്റിംഗ് കോണ്ടെക്സ്റ്റിലെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഇതേ സെൻറ്റൻസ് സ്ട്രക്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് ടൂറിസം. ടൂറിസത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസഡ്വാൻറ്റേജും രണ്ട് ഓപ്പോസിറ്റ് ആസ്പെക്റ്റുകളാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിനെ ഓൾദോ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ഫസ്റ്റ് കേസ്. ഒരു പോസിറ്റീവ് സൈഡ്, ടൂറിസം ഹെൽപ്സ് കൺട്രീസ് ഇൻ ജനറേറ്റിംഗ് റവന്യൂ ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ടൂറിസം ഹാസ് സം ഡെട്രിമെൻ്റൽ ഇമ്പാക്ട്സ് ഓൺ ദ എൻവയോൺമെൻറ്റിൽ ഡെട്രിമെൻ്റൽ ഇമ്പാക്ട്സ് ഉണ്ട്. നൗ ഈ രണ്ട് സെൻറ്റൻസുകളെ ഓൾദോ ഉപയോഗിച്ചുകൊണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ആസ് വി ഓൾറെഡി മെൻഷൻഡ്, ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഭാഗം ഏതാണോ അവിടെയാണ് നമ്മൾ ഓൾദോ ഉപയോഗിക്കുക. സപ്പോസ് നമുക്കിവിടെ നെഗറ്റീവ് കോണ്ടെക്സ്റ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസും പോസിറ്റീവ് കോണ്ടെക്സ്റ്റിൽ ലെസ് എംഫസിസുമാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ലെസ് എംഫസിസ് കൊടുക്കുന്ന പോസിറ്റീവ് സെൻറ്റൻസ്, അതായത് ആ ഫസ്റ്റ് സെൻറ്റൻസിലായിരിക്കും ഓൾദോ ഉപയോഗിക്കുക. ആ രണ്ട് ഭാഗങ്ങളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെൻറ്റൻസിൻ്റെ നടുവിലായിരിക്കും കോമ വരിക. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ദിസ്. ഓൾദോ ടൂറിസം ഹെൽപ്സ് കൺട്രീസ് ഇൻ ജനറേറ്റിംഗ് റവന്യൂ, കോമ, അതായത് ടൂറിസം രാജ്യങ്ങളെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടി അവിടെ ഒരു കോമ വരും. ഇനി സെക്കൻഡ് പാർട്ട്, ഇറ്റ് ഹാസ് സം ഡെട്രിമെൻ്റൽ എഫക്ട്സ് ഓൺ ദ എൻവയോൺമെൻറ്റ്. അതിന് ദ എൻവയോൺമെൻറ്റിൽ ഡെട്രിമെൻ്റൽ എഫക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ മോശമായിട്ടുള്ള എഫക്ട്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടി മോശം എഫക്റ്റുകളുണ്ട്. സോ ദ സെക്കൻഡ് സെൻറ്റൻസ്, ഓൾദോ വരാത്ത ആ സെൻറ്റൻസിനാണ് കൂടുതൽ എംഫസിസ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ലൈക്ക് വൈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസുകളെ ഒരു കോമ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ലെസ് ഇമ്പോർട്ടൻസ് ഉള്ളത് ആ ഒരു ക്ലോസിൽ നിങ്ങൾക്ക് ഓൾദോ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ റേഞ്ചിൽ സിഗ്നിഫിക്കൻ്റ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവുകയും നിങ്ങളുടെ സെൻറ്റൻസസ് കൂടുതൽ ഇംപ്രസീവ് ആവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇൻട്രൊഡക്ഷനിലും കൺക്ലൂഷനിലും ഓപ്പോസിറ്റ് ആസ്പെക്റ്റുകളെ ചേർത്ത് വെച്ചുകൊണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾദോ ഉപയോഗിക്കാം. സോ ട്രൈ യൂസിങ് ദം ആൻഡ് സീ ദ ചേഞ്ച്
See you in another video. Bye.